ഹലോ, എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ അടുക്കള വിശേഷത്തിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നലെ ഞാൻ വന്നപ്പോൾ കറണ്ട് ഇല്ലായിരുന്നു കേട്ടോ, അതുകൊണ്ട് ഇന്നലെ വീഡിയോ എടുക്കാൻ പറ്റിയില്ലായിരുന്നു. ഇന്നത്തെ രാത്രിത്തെ കറി എന്ന് പറഞ്ഞാൽ കോഴിമുട്ട പുഴുങ്ങി തേങ്ങ അരച്ച് കറി വെക്കാൻ പോവാം കേട്ടോ. ആദ്യം തന്നെ പാത്രം കഴുകണം, ഫ്രണ്ടിൽ അടിച്ച് വാരണം, തുണി അലക്കാനിടണം, കുറച്ച് പണികളുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ പാത്രങ്ങൾ കഴുകിയിട്ട് പാല് തിളപ്പിക്കാൻ വെക്കണം, പിന്നെ മുട്ട എടുത്ത് വെക്കണം, കറി വെക്കണം, കാപ്പി ഉണ്ടാക്കണം. അപ്പോൾ വീണ്ടും എൻ്റെ ഇന്നത്തെ അടുക്കള വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ അത് കാപ്പി തിളച്ച് വന്നപ്പോഴേക്കും അത് ഇറക്കി വെച്ചതിന് ശേഷം കുറച്ച് ഉപ്പിട്ടിട്ട് മുട്ട പുഴുങ്ങാൻ വെക്കുന്നുണ്ട്. പിന്നെ അത് കാപ്പി ഉണ്ടാക്കിയ പാത്രം കൊണ്ട് കഴുകി വെക്കുന്നുണ്ട് കേട്ടോ. പിന്നെ തേങ്ങ ഉടച്ചെടുത്തതിന് ശേഷം കറിക്കുള്ള അരപ്പ് റെഡിയാക്കുവാണ്. പിന്നെ തക്കാളി ഇട്ടിട്ടാണ് കേട്ടോ ഞാൻ മുട്ട കറി വെക്കുന്നത്. തക്കാളി അരിഞ്ഞ് ഉപ്പും മഞ്ഞളും കൂടി ചേർത്ത് വേവിക്കാൻ വെച്ചതിന് ശേഷം തക്കാളി വെന്ത് കഴിഞ്ഞപ്പോഴേക്കും അരപ്പ് ചേർത്ത് പിന്നെ അരപ്പ് തിളച്ച് വന്നപ്പോഴേക്കും പുഴുങ്ങിയ മുട്ടയും കൂടി ഇട്ട് കൊടുക്കും കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ കാപ്പി കുടിക്കുന്നുണ്ട് കേട്ടോ. ഒരു ചോക്ലേറ്റിൻ്റെ ബിസ്ക്കറ്റ് പോലത്തെ ഒരു സംഭവം കേട്ടോ വാങ്ങിച്ച്, കേക്കല്ല, ബിസ്ക്കറ്റല്ല. അപ്പോൾ അതിൻ്റെ ഇതൊന്നും നോക്കില്ല കേട്ടോ. അതും കൂട്ടി ഞങ്ങൾ കാപ്പിയും കുടിച്ചു കേട്ടോ. അങ്ങനത്തെ കറി റെഡിയാക്കി എടുക്കുന്നുണ്ട്. കറി റെഡിയായി വന്നപ്പോഴേക്കും ഇത്തിരി കുറുക്കും കൂടി ഉണ്ടാക്കി കേട്ടോ കുഞ്ഞിനുള്ളത്. അരപ്പിട്ട് തിളച്ച് വന്ന മുട്ടയും കൂടി ഇട്ടതിന് ശേഷം അതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെയാണ് ഈ കറി ഉണ്ടാക്കിയത്. അപ്പോൾ അതേ മുട്ടക്കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതേ അടുക്കളയിലെ പണികളെല്ലാം കഴിഞ്ഞു കേട്ടോ. ഇനി ഡ്രസ്സ് വാഷ് ചെയ്യാനിടണം, പിന്നെ കുളിക്കണം, ഊണ് കഴിക്കണം, ഉറങ്ങണം. അത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ അടുക്കള വിശേഷം. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ, അതുപോലെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഞാൻ ഈ ചായ സമാധാനം ഇട്ട് കുടിച്ചോട്ടെ കേട്ടോ. നാളത്തെ വിശേഷവുമായിട്ട് അടുത്ത ദിവസം കാണുന്നവരെ ബൈ.